Hello, welcome to What's Your Story. This is Vidya. Now we will easy recipe. Easy is the microwave easy main ingredient. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ പനീർ വെച്ചാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ അത് സ്ഥിരമായിട്ട് ചെമ്മീൻ വെച്ച് ഉണ്ടാക്കലുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും പച്ചക്കറി കോളിഫ്ലവർ അങ്ങനത്തെ ഏതെങ്കിലും അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഒരു റിക്വസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു അസുഖമായിട്ട് 2 ആഴ്ച വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞ പിന്നെ എൻ്റെ വ്യൂസ് ഒക്കെ ഭയങ്കര കുറഞ്ഞു. എനിക്കൊന്ന് റെഗുലർ ഇത് കേഡൻസ് പോയോണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ അല്ല ഏത് വീഡിയോ ആയാലും useful ആണ് തോന്നുന്നെങ്കിൽ please share the links with your friends and family. ആ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അല്ലേ. നമുക്ക് ഇതിനാവശ്യം 150 ഗ്രാം പനീർ നമ്മൾ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാളയുടെ 1/4 ഭാഗം ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. ഇത് നല്ല ഫൈനൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. ഒരു 5-6 കഷ്ണം ക്യാപ്സിക്കം, പച്ചമുളക്, ഇത് നമ്മൾ കീറിയിടാണ്. എരിവിന് നമ്മൾ മുളക് പൊടിയും മഞ്ഞളൊക്കെ യൂസ് ചെയ്യും. ഒരു 6 കാഷ്യൂ, കുറച്ച് മല്ലിയില, ഇത് ഗാർണിഷിനാണ്. 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, ചെറിയൊരു കഷ്ണം നാരങ്ങ. ഓഫ് കോഴ്സ് ഉപ്പ്, മുളക്, മഞ്ഞളൊക്കെ വേണം. അത് ഞാൻ ഇതിനുള്ളിൽ കാണിക്കുന്നില്ല, ഇടുമ്പോൾ കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് കാഷ്യൂ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. റഫായിട്ട് നമ്മൾ പൊടിച്ചെടുത്തേക്കാണ്, സ്മൂത്ത് ഒന്നും ആവണ്ട. അതിലേക്ക് നമുക്ക് ഈ ഉള്ളിയും തക്കാളി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. ഒരു മൈക്രോവേവ് സേഫ് ഡിഷിൽ 3 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. നമ്മൾ നേരത്തെ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തേക്കുന്നതാണ്, അത് ഇതിലേക്ക് ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒന്ന് കഴുകി അതും കൂടി ഒഴിക്കാൻ പോകണം. ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് ഇളക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ബിക്കോസ് നമ്മൾ കറിക്ക് സാധാരണ ഒഴിക്കുന്ന അത്രയും വെള്ളം വേണം. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വറ്റിപ്പോയി ഡ്രൈ ആയി പോകും. ഞാൻ സാധാരണ കോർണർ പ്ലേറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ്സ് മൈക്രോവേവിൽ കുക്ക് ചെയ്യാം. അത് കുക്കാകുമ്പോഴേക്കും നമുക്ക് പനീർ വറുത്തെടുക്കാം. കുറച്ച് എണ്ണ മതി, വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ, ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഫ്രൈ ആണ്ട് തന്നെ ഇടാം കേട്ടോ. ഞാൻ സാധാരണ സമയം എനിക്കില്ലെങ്കിൽ ഞാൻ വേഗമാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ആണ്ട് നേരെ ഇടലാണ് ചെയ്യൽ. മീഡിയം ഹീറ്റിൽ ജസ്റ്റ് ഒന്ന് മുരിക്കുക, അത്രയേ ഉള്ളൂ. പനീറായി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. ഈ പാൻ നമുക്ക് ഇനി ആവശ്യം വരും. ഇതേ പാനിൽ നമ്മൾ നേരത്തെ ഇട്ട ക്യാപ്സിക്കം കഷ്ണം ഇത് ഹൈ ഹീറ്റിലിട്ട് വഴറ്റിയാക്കണം കേട്ടോ. നമ്മൾ നൂഡിൽസിനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ. ഈ ക്യാപ്സിക്കം പ്യോർലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പച്ചക്കറി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ സവാള ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞിട്ട് ക്യാരറ്റ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതൊക്കെ ഈ ക്യാപ്സിക്കത്തിന് കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ ക്രഞ്ച് നമുക്ക് റീറ്റെയിൻ ചെയ്യണം, അതുകൊണ്ടാണ് ഹൈ ഹീറ്റിലിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞു, നമുക്ക് ഓഫാക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞു. മൈക്രോവേവിൽ നിന്ന് പുറത്തെടുത്ത് തുറന്നു നോക്കുകയാണ്. അത് ഇങ്ങനെ അടപ്പിൽ നിറച്ചുണ്ടാവും കേട്ടോ, ദാറ്റ്സ് ഓക്കെ. ഇപ്പോഴും ആ തക്കാളിയുടെയും ഉള്ളിയുടെയും പച്ചമണം നമുക്ക് മണക്കാം. ആ പച്ചമണം പോയി കിട്ടണം. 5 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം വറ്റിപ്പോണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറ്റ് എ ടൈം 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം വറ്റി വൃത്തിയോടായി പോകും കറി. എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് പറയണേ. ഉപ്പ് കുറവാണ്, എരിവുണ്ട്. ഇത് ഇളക്കിയിട്ട് ഒന്നുകൂടി 5 മിനിറ്റ്സ് മൈക്രോവേവിൽ വയ്ക്കാം കേട്ടോ. ഇത് നോർമൽ നിങ്ങളുടെ റെഗുലർ പവറിലാണ് വയ്ക്കേണ്ടത്, സെറ്റിങ്ങിൽ. അപ്പോൾ അടുത്ത 5 മിനിറ്റ്സും കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നോർ ദ ലിഡ്. കണ്ട, ഇപ്പം വെള്ളം വറ്റി തുടങ്ങി. നമുക്ക് അതിൻ്റെ ആ ഉള്ളിയും തക്കാളിയും കുറേശ്ശെ കുക്ക് ചെയ്ത് തുടങ്ങി. കണ്ട, ഇനിയിപ്പോൾ കുറച്ചുകൂടി വെള്ളം തിരിച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിപ്പം ഓരോരുത്തരുടെ മൈക്രോവേവും കുറേശ്ശെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ആദ്യത്തെ തവണ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ട്രയൽ ആൻഡ് എറർ പോലെ ആയിരിക്കും കേട്ടോ. ഞാനിത് ഇനി ഒരു 5 മിനിറ്റ്സ് വയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ടോട്ടൽ 15 മിനിറ്റ്സ് ആയി. നമ്മൾ 5 മിനിറ്റ് ഇൻ്റർവെൽസിൽ വെച്ചേക്കാണ്. നമ്മുടെ കറി വെന്തു. അതിലേക്ക് പനീർ നേരത്തെ വറുത്ത് വെച്ച് ആഡ് ചെയ്യാം. എടുത്ത് പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ച് വെള്ളമൊക്കെ വറ്റിപ്പോയി. അപ്പം കുറച്ചുകൂടി വെള്ളം എന്തായാലും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കാമെന്ന്. ഈ സ്റ്റേജിലാണ് ചെമ്മീൻ ഇടേണ്ടത് കേട്ടോ. കറിക്ക് കുറച്ച് വെള്ളം. നിങ്ങളൊന്ന് ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യേണ്ട എരിവിന് കാരണം
അധികം എരിവ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. കുറച്ചുകൂടി വെള്ളം വേണം, ബിക്കോസ് ഇത് ഇനിയും പറ്റും. അതിന് ഉപ്പ് എരിവൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ഇളക്കി ഇനി ഒരു 5 മിനിറ്റ്സ് മൈക്രോവേവിൽ വയ്ക്കാം. അപ്പോൾ ടോട്ടൽ 20 മിനിറ്റ്സ് ആയി. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നേരത്തെ ഒഴിച്ച എണ്ണ അതിലേക്ക് മുകളിൽ വരണ കണ്ടില്ലേ നമ്മൾ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ കട്ടി തേങ്ങാപ്പാലാണ്, അത് ആഡ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഇത്തിരി വെള്ളം അതിൽ ഒഴിക്കാം കേട്ടോ. ശരിക്കും ഈ കറീൻ്റെ ആ ഉള്ളിയും തക്കാളിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് ശരിക്കും ടൈൻ ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട, കംപ്ലീറ്റ് ടേസ്റ്റ് മാറിപ്പോവും. ഇനി എന്നിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ്സ് മൈക്രോവേവിൽ ജസ്റ്റ് ഒന്ന് ആ തേങ്ങാപ്പാൽ വേവാൻ വേണ്ടി മാത്രം വയ്ക്കാം. ഇപ്പോൾ ടോട്ടൽ 22 മിനിറ്റ്സ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്മീനാണെങ്കിലും ഇത്രയും സമയം തന്നെ മതി. ചെമ്മീൻ ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ റബ്ബറി ആവും. അപ്പോൾ ഇതിന് നല്ല ചൂടുള്ള പാത്രവും നല്ല ചൂടുള്ള കറിയാണ്. ആ ചൂടുള്ള സാധനത്തിലേക്കാണ് നമ്മൾ ചെമ്മീൻ ഇടുന്നത്. അപ്പോൾ ആ ഒരു 5 മിനിറ്റ്സും പിന്നെ ഇടുന്ന 2 മിനിറ്റ്സും തന്നെ മതി. ഇപ്പം നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ എന്തുകൊണ്ടാണ് വെച്ചാൽ ക്യാപ്സിക്കം ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കത്തിന് ചിലപ്പം ചില ആൾക്കാർക്ക് അത് ഭയങ്കര സ്ട്രോങ് ടേസ്റ്റ് ആയി തോന്നും. അപ്പോൾ ആ ടേസ്റ്റ് കറിയിലേക്ക് നമുക്ക് അധികം പിടിക്കണ്ട. പക്ഷെ എന്നാലും നമുക്കൊരു കടിക്കാനായിട്ട് കുറച്ച് പച്ചക്കറി ഏതെങ്കിലും കുറച്ചും കൂടി വേണം. നമുക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കേട്ടോ. ബിജുവിന് അത്ര വലിയ ഫാൻ അല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. നിങ്ങൾ യൂസ് ചെയ്ത തക്കാളിക്ക് പുളി ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. കുറച്ച് പുളി വേണം കൂട്ടാൻ. പക്ഷെ ഞാൻ ഫുള്ള് പോലും പിഴിഞ്ഞു വെച്ചിട്ടില്ല, കുറച്ച് പിഴിഞ്ഞു വെച്ചിട്ടുള്ളൂ. മുറിച്ച് വെച്ച് മല്ലിയിലയും വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടോ. ഞാനിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി യൂട്യൂബ് തമിഴിന്റെ ഫോട്ടോന് വേണ്ടിയിട്ട്. നമ്മൾ സ്ഥിരമായി കഴിച്ചു മടുത്ത കറികളിൽ നിന്നുള്ള വ്യത്യാസമുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിന്. ടേസ്റ്റ് ചെയ്ത് ഞാൻ സ്പെഷ്യൽ കാണിക്കുന്നില്ല, ബിക്കോസ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടാനാണ്. സോ ഐ നോ ഹൗ ഇറ്റ് ടേസ്റ്റ് ലൈക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോളിഫ്ലവർ യൂസ് ചെയ്യാന്ന്. കോളിഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് വേ വുഡ് ബി ആദ്യം ചെറിയ കഷ്ണം മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യാം, എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഇടാം. അപ്പോൾ പിന്നെ ആ ഒരു വെന്ത ഫീലിംഗ് അല്ല, ഇത്തിരി മുരിഞ്ഞ കോളിഫ്ലവറിൻ്റെ ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടാം കറിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടുത്ത ആഴ്ച വേറെ വീഡിയോ എടുക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.